ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് ഒന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏക ദൈവ വിശ്വാസിയായ മോശയെക്കുറിച്ചാണല്ലോ. മോശയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? അവൻ ഏക ദൈവ വിശ്വാസം പിന്തുടർന്ന മനുഷ്യനായിരുന്നു. അതായത് 3 വ്യക്തികളുള്ള ദൈവത്തെ ആയിരുന്നില്ല അവൻ ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ 3 ദൈവങ്ങളെ ഒന്നുമല്ല അവൻ ആരാധിച്ചിരുന്ന. അവൻ ഏക സത്യ ദൈവത്തെ ആയിരുന്നു അവൻ വിശ്വസിച്ചിരുന്നതും അവൻ ആരാധിച്ചിരുന്നതും ഒക്കെ എന്ന് നമ്മൾ കണ്ടു. അവനത് ഇസ്രായേൽ ജനത്തെ അത് പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഏക ദൈവത്തിൽ 2-3 വ്യക്തികൾ ഉണ്ട് എന്ന് മോശെ ഒരിക്കലും പഠിപ്പിച്ചതായിട്ട് ദൈവവചനത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന തെറ്റായ പഠനങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും നമ്മളെ ദോഷത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ തള്ളിവിടുവാനുള്ള സാധ്യതകൾ വളരെ ഏറുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു മോശയെക്കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, ദൈവം ഏകനാണ്, ദൈവത്തിൽ മറ്റൊരുത്തൻ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മോശ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലെ, ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവം ഏകനാണ്, ഏകനായ ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നതെന്ന് ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ പ്രതിനിധിയായിരുന്നു മോശ. ആ മോശ ഒരിക്കലും കള്ളത്തരം പറയുമോ? കള്ളത്തരം ഒരിക്കലും പറയത്തില്ല. ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്നു 3 വ്യക്തികൾ കൂടിയ ദൈവമാണ്. ആ പഴയ പ്രതിനിധിയായ മോശ പറയുന്നു ദൈവം എന്താണ്? ഏകനാണ്. ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്നു ദൈവം 3 പേരാണ്. കാരണം 3 പേർ കൂടിയ ത്രിത്വത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഏകത്വത്തെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അവരിപ്പോൾ പഠിപ്പിക്കാനായി അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ശരിക്കും അറിവില്ലായ്മ തന്നെയാണ് എന്നുള്ള കാര്യം പ്രിയ സഹോദരങ്ങളെ മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ നമ്മൾ പ്രധാനമായും ഏകദൈവ വിശ്വാസിയായ മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ മോശയെക്കുറിച്ച് കാണുന്നു. മോശയെക്കുറിച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ മോശയുടെ ഏതാണ്ട് ചരിത്രങ്ങൾ നമുക്ക് ഏകദേശം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മോശയുടെ ജനനം മുതൽ മോശ വീണ്ടെടുക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവഹിതത്തിൽ വീണ്ടെടുക്കുന്ന കാഴ്ചയും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ അതിന്റെ ഒരു സമകാലിക ചരിത്രത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ BC 1710 1570 ഇടയ്ക്കുള്ള 140 വർഷക്കാലം ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് ഇക്സോസ് വംശജരായ വിദേശികളായിരുന്നു എന്നാണ് കാണുന്നത്. അതായത് കിഴക്കൻ അയൽ രാജ്യങ്ങളായ കനാൻ, സിറിയ ദേശവാസികൾ, അതായത് പ്രാകൃതരും യുദ്ധപ്രിയരുമായിരുന്ന ഈ ഇക്സോക്സുകൾ ഇവർ എന്താണ്? വിദേശികളായിരുന്നതിനാൽ എന്താണ്? അന്യനാട്ടുകാരോട് എന്ത് ചെയ്യുന്നു? അനുഭാവപൂർവം പെരുമാറി എന്നാണ് അവരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവരിൽ പ്രമുഖരായിരുന്ന അപ്പോപ്പി എന്ന ഫറവോ രാജാവ് ഈ വിദേശ താല്പര്യ പ്രകാരമാണ് വിദേശീയമായ യോസേപ്പിനെ പ്രധാനമന്ത്രിയായി വാഴിച്ചതും ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തിലേക്കും ഫലഭൂഷ്ടമായ ഗോശേൻ ദേശം അനുവദിച്ചതും നാട്ടുകാരനായ ഈജിപ്തുകാരോട് ഹിക്സോസ് ഫറവോകൾ അവരുടെ പ്രാകൃത നിർദ്ധേനമായാണ് അവരോട് പെരുമാറിയത്, അല്ലെങ്കിൽ അവരോട് സ്വീകരിച്ച നയങ്ങൾ
എന്നുള്ളതാണ്. ഈ ഫറവോമാര് ഇസ്രായേൽ ജനത്തോട് വളരെ 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 എന്താണ് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ജനത്തോട് അവർ കാണിച്ചത്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഉപദ്രവിക്കുക, അടിമകളാക്കുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഈ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഈ ഈജിപ്തുകാർക്ക്, അല്ലേ? അപ്പോൾ അതിന് കാരണങ്ങൾ പലതാണ്. ഇപ്പൊ നമ്മൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകി വന്നു, പുതിയ രാജാവിനാൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു, അപ്പോൾ ആൺകുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ എന്താണ്? ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകുകയാണ്. കാരണം എന്താണ്? യോസഫ് അവിടുത്തെ മന്ത്രിയായിരുന്നു ഒരു കാലത്ത്. യോസഫ് ആരാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, യോസഫിനെ കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കുമ്പോൾ, അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകനായിരുന്നു യോസഫ്. യോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം എന്താണ്? മന്ത്രിയാകുമെന്നുള്ള സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ പേരിൽ അവൻ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ യാതനകളിലൂടെ കടന്നു പോയവനാണ് യോസഫ്. ആ യോസഫിന്റെ പിൻതലമുറക്കാരായ ഇസ്രായേൽ ജനം എവിടെയാണ് ഇപ്പോൾ? ഈജിപ്തിൽ കിടക്കുകയാണ്. ഈജിപ്തിൽ എന്താണ്? സുഖസൗകര്യങ്ങളുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് എന്താണ്? ഇവരെ ഇഷ്ടമാകുന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പം അവിടെ രാജ്യഭരണം മാറി. യോസഫിനെ അറിയാത്ത രാജാക്കന്മാർ അവിടെ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ എന്താണ്? ഇവരെ കണ്ണിന് കാണായിക, അവരെ കണ്ടാൽ അവർക്ക് ഇഷ്ടമല്ല. അവര് എങ്ങനെയെങ്കിലും അവരെന്താണ്? എണ്ണത്തിൽ കൂടുന്നു, പെരുകുന്നു. അപ്പൊ അവരുടെ നാട്ടിൽ തന്നെ എന്താണ്? ഒരുപാട് ചെലവേറുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് താല്പര്യമില്ല. കാരണം ആള് കൂടുന്നു. അപ്പൊ അവർക്ക് തന്നെ ബുദ്ധിമുട്ട്. ഇവരുടെ ആളുകൾ എന്താണ്? അവർക്ക് കഴിവുണ്ട്. ദൈവം അവരെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഒരു മിസ്രൈമിൽ ഇത്ര സുഖ സൗകര്യമായിട്ട് ജീവിക്കുന്ന. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം അവർക്ക് എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തിന് പങ്കിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അനുഗ്രഹം, അതായത് പിതാവായ അബ്രഹാം, അല്ലെ, അവരുടെ പൂർവ്വ പിതാവായ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ വിളിച്ചത് കൊണ്ട് അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ആ അനുഗ്രഹം കണ്ടപ്പോൾ എന്താണ്? ഈജിപ്തിൽ അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പൊ യോസഫ് ഇപ്പോ ഇല്ല. യോസഫ് ഇപ്പോ അവിടെ ഇല്ല. ആളുകളൊക്കെ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോ എന്താണ് സംഭവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? ഇന്ന് അവർക്ക് പ്രത്യേകിച്ച് വിലയില്ലാത്ത അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. കാരണം അവരെ എന്ത് ചെയ്യാനാണ്? സഹായിക്കാനായിട്ട് ഒരു മനുഷ്യരില്ല. കാരണം എന്താ? അവിടെ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനം എന്ത് ചെയ്യാണ്? വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നു. പെരുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവിടെ വിദേശാക്രമണത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗോശാൻ ദേശം തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അത് അതിർത്തി പ്രദേശമായതുകൊണ്ടും അവിടെ താമസിക്കുന്നവർ 20 ലക്ഷത്തോളം വരുന്ന വിദേശീയരായ ഇസ്രായേൽ മക്കളായതുകൊണ്ടും ദേശത്തിന്റെ സംരക്ഷണത്തിനായി കോട്ടക്കൊത്തളങ്ങൾ തീർക്കേണ്ടതിന് അവർക്ക് ആവശ്യമാണെന്ന് വന്നു. അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായ ഭീകര ക്ഷാമം വീണ്ടും ഉണ്ടായാൽ അതിനെ തരണം ചെയ്യുന്നതിന് പാണ്ഡ്യശാലകളും പിന്നെന്താണ് സംഭരണ നഗരങ്ങളും പണിയേണ്ടതാണെന്നും അവർ തീരുമാനിച്ചു. ഈ പണികൾക്കായി ഇഷ്ടികയും ലക്ഷക്കണക്കിന് വേലക്കാരും വേണം. അവരുടെ നാടിന്റെ നന്മയെ ചൂഷണം ചെയ്ത് വളർന്ന് വലുതായ ഇസ്രായേൽ ജനത്തിന്മേൽ ഈ സാധ്യത്തിനായി ഈജിപ്ഷ്യൻ പറവകൾ കണ്ണുവെച്ചതോടെ ഇസ്രായേൽ മക്കൾക്ക് കഷ്ടകാലം ആരംഭിച്ചു. അപ്പൊ ജനം പെരുകുന്നു. ഇസ്രായേൽ ജനം അവിടെ പെരുകുകയാണ്. അവർ വർദ്ധിച്ച് അല്ലെ, അവരൊരു അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ദേശക്കാർക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമൃദ്ധി അവർ ആ സമൃദ്ധിയിൽ സന്തോഷിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചത് കൊണ്ട് അവർ ആ സമൃദ്ധിയിൽ സന്തോഷിക്കുന്ന സമയത്ത് ഈജിപ്തിലെ ഈ ഫറവോകൾക്ക് ഇത് അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോ അവരെന്ത് ചെയ്തു? ഇവരെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം?
ഇവർക്ക് കഷ്ടം വരുത്തുവാനായിട്ട് ഇവര് തീരുമാനിച്ചു. യോസഫിന്റെ പേരിൽ എന്ത് ചെയ്തു? പരിലാളനമേറ്റ് കഴിഞ്ഞിരുന്ന അജപാലകരും ഗോപാലകന്മാരുമായി ഇസ്രായേൽ മക്കൾ അടിമവേലയ്ക്ക് നിയോഗിക്കപ്പെട്ടു. അവരെ കൊണ്ട് കഠിനമായ അടിമവേല ചെയ്യിച്ച് പീതോം, റൈംസേസ് എന്നീ സംഭാര നഗരങ്ങളെ ഫറവോകൾ പണിയിപ്പിച്ചു. അന്ന് വരെ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇടയവർഗമായ ഇസ്രായേൽ മക്കൾക്ക് ഈ ഇഷ്ടിക നിർമ്മാണവും കഠിനമായ പാണ്ഡ്യശാല നിർമ്മാണവും ഒരു പ്രകാരത്തിലും താങ്ങാനാകുകയില്ല. ഇസ്കോസ് ഫറവോകളുടെ വാത്സല്യ ഭാജനങ്ങളാണ് ഇപ്പോൾ അടിയേറ്റ് അടിമവേല ചെയ്യുന്നത്. അന്യനാട്ടിലെ അടിമ പണിയാൽ അക്ഷരാർത്ഥത്തിൽ അവർ കരഞ്ഞു. ദൈവം അവരുടെ കരച്ചിൽ കേട്ടു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അടിമവേല ദൈവത്തിന്റെ സമയബന്ധിത പദ്ധതിയുടെ ഭാഗമാണ് എന്ന സത്യം ഫറവോകൾ അറിഞ്ഞില്ല. കാലത്തിന്റെ തികവിൽ വളരെ തിക്ത അനുഭവങ്ങൾക്ക് ശേഷം മാത്രം മിസ്രൈമ്യ ഫറവോ അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. ആരുടെ? മോശയുടെ നേതൃത്വത്തിൽ BC 1446 വിമോചിതരായ അവർ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ടു. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവം എന്തിനായിരുന്നു മോശയെ പ്രതിനിധിയാക്കിയത്? ഇവരെ ഫറവോകളുടെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവം മോശയെ ഉപയോഗിക്കുകയായിരുന്നു. ഏകദൈവ വിശ്വാസിയായ മോശയെ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച് എടുക്കുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ മോശ ആരായിരുന്നു? ഏകദൈവ വിശ്വാസിയായിരുന്നു. ഏകദൈവ വിശ്വാസത്തിൽ അവൻ എന്ത് ചെയ്തു? അധിഷ്ഠിതനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. ഇപ്പൊ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, ഇപ്പൊ ഞാൻ ഈ കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് ഒരു അറിവ് ലഭിച്ചു കാണുമായിരിക്കും. ഇനി നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യാക്കോബിനോട് കൂടെ താന്താന്റെ കുടുംബസഹിതം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാണ് ആവിത്: രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖർ, സെബൂലിൻ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഗാദ്, അശേർ. യാക്കോബിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം 70 പേർ ആയിരുന്നു. അപ്പൊ യാക്കോബിന്റെ മക്കൾ, അല്ലെ, യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച മക്കൾ ഈ 70 പേർ ആയിരുന്നു എന്ന് അവിടെ, അതായത് കടിം പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യോസഫ് മുമ്പേ തന്നെ എന്തായിരുന്നു? മിസ്രൈമിനായിരുന്നു. യോസഫും സഹോദരന്മാരും എല്ലാം ആ തലമുറയൊക്കെയും മരിച്ചു. അപ്പൊ ഇസ്രായേൽ മക്കൾ എന്താണ്? സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം യോസഫിനെ അറിയാത്ത ഒരു പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാളും ബാഹുല്യവും ശക്തിയും ഉള്ളവരാകുന്നു എന്നു. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു? അനന്തരം യോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അത് നമ്മള് കുറച്ചു മുമ്പുള്ള ചരിത്ര ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അവിടെ വിശദീകരിച്ചിരുന്നു. അപ്പൊ എന്താണ് അവിടെ? എന്താണ്? യോസഫിനെ അറിയാത്ത, അതെ, യോസഫിനെ അറിയാത്ത ഒരു പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. യോസഫ് ഉണ്ടായിരുന്നപ്പോ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അവർ വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും വളരെ നല്ല രീതിയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമില്ലാതെ മിസ്രൈമിലെ സമൃദ്ധിയൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ കിടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊരു കഷ്ടം അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഇതെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഒരു കയറ്റത്തിന്റെ മുമ്പിൽ ഒരു ഇറക്കമുണ്ട്.
അപ്പൊ ഇസ്രായേൽ ജനത്തിന് ഇപ്പോൾ ഒരു ഇറക്കം വന്നിരിക്കുകയാണ്. ഇത്രയും നാളും കയറി നിൽക്കുകയായിരുന്നു, മുകളിലോട്ട് കയറി നിൽക്കുകയായിരുന്നു. യോസഫിന്റെ പേരൊക്കെ പറഞ്ഞ് അവരോട് കുറെ നാൾ സന്തോഷിച്ചു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? അവർക്ക് ഇറക്കം വരാൻ തുടങ്ങി, കഷ്ടം വരാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് അവർക്ക് അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ എന്താണ് ബാഹുല്യമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അപ്പൊ ഇസ്രായേൽ ജനത്തിന് ദൈവം എന്ത് ചെയ്തു? ശക്തി കൊടുത്തിട്ടുണ്ട്, ബാഹുല്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ദൈവത്തെ വിളിക്കുന്നതിന് ശക്തിയും ബലവും ഒക്കെ ദൈവം നൽകും, പ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇസ്രായേലിനെ നോക്കുമ്പോൾ എന്താണ് അവരിന്നും പിടിച്ചു നിൽക്കുന്നതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ കിടക്കുന്നു. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇതുപോലെ ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയുകയില്ല. അത്രയധികം നിങ്ങൾ പ്രൊട്ടക്ഷനിലാണ്. ഇസ്രായേൽ ജനത്തിന് പ്രൊട്ടക്ഷൻ വരുവാനുള്ള കാരണം ആരാണ്? അബ്രഹാം പിതാവാണ്. അബ്രഹാം പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അത് അവന് നീതിയായി കണക്കിട്ടു. അവന്റെ തലമുറയെ ദൈവം ഓർത്തു, ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകരുത്. ഇന്നും ആ തലമുറയെ ദൈവം ഓർക്കുന്നു, മറക്കുന്നില്ല. ദൈവം ഓർക്കുന്നു. അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, യോസഫിലൂടെ, ദാവീദിലൂടെ, ഇങ്ങനെ എല്ലാ വിശ്വാസികളിലൂടെയും ദൈവം ഇസ്രായേൽ ജനത്തെ ഓർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ്? ശക്തിയുണ്ട്, ബാഹുല്യമുള്ളവരായിരുന്നു എന്ന് കണ്ടു. 10ാമത്തെ വാക്യത്തിൽ അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അവർക്ക് മനസ്സിലായി അവരെ അങ്ങനെ നശിപ്പിച്ച് കളയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബുദ്ധിപരമായിട്ട് അവരെ ഇവിടുന്ന് മാറ്റുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അല്ലെ. ബുദ്ധിയായി പെരുമാറുക. എന്താണ്? അവർ പെരുകിയിട്ട് യുദ്ധം ഉണ്ടാകുന്ന പക്ഷെ നമ്മുടെ ശത്രുക്കളോട് നമ്മോട് പൊരുതുന്നത് ഈ രാജ്യം വിട്ട് പോയിക്കൊള്ളാൻ സംഗതി വരാതിരിക്കേണ്ടത് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ എന്ത് ചെയ്തു? കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴവിചാരകന്മാരെയാക്കി. അവർ പീതവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ ആദ്യ കഠിന പരീക്ഷണം അവരുടെ മേൽ വയ്ക്കുന്നു. അവർ എന്താണ്? ഒരു വിചാരകന്മാരെയാക്കി അവർ പീതവും റംസേസ് എന്നീ സംഭാര നഗരങ്ങളെ എന്ത് ചെയ്തു? ഫറവോൻ പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കത്തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. മിസ്രയീമിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിപ്പിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും, എന്താണ്? വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്ന് പൂവാം എന്ന് പേരുള്ള എബ്രായ സൂതകർമ്മിണികളോട് എന്താണ്? എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതകർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടിയാണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ആൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? ആൺകുട്ടികളാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? കൊല്ലണം. ഭയങ്കര ഒരു നിയമമൊക്കെ അവർ പുറപ്പെടുവിച്ചു. ആൺകുട്ടികളാകുമ്പോൾ യുദ്ധസേവയ്ക്കൊക്കെ വരും. കാരണം പിന്നെ അവിടേക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. കാരണം അവർ ബാഹുല്യമുള്ളവരാണ്, ശക്തിയുള്ളവരാണ് അല്ലേ. അപ്പം സ്ത്രീകളാകുമ്പോൾ കുഴപ്പമില്ല എന്നൊരു ചിന്തയാണ് അവിടുത്തെ ഫറവോയ്ക്ക് ഉണ്ടായത്. അപ്പോ പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതകർമ്മിണികളോട് എന്താണ്? ദൈവത്തെ ഭയപ്പെട്ടു.
അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പൊ ദൈവത്തെ സൂതകർമ്മിണികൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല. കാരണം ദൈവം ഈ പ്ലാൻ പർവ്വവുമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് ചെയ്യുകയില്ല. കാരണം എന്താണ്, ദൈവത്തിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ തൊടുവാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രതിനിധി ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. പ്രതിനിധി ഇതുവരെ ജനിച്ചിട്ടില്ല. ദൈവം എന്ത് ചെയ്യുന്നില്ല, ഒരു ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യണം, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കുവാനുള്ള തന്റെ പ്ലാൻ എന്താണ്? സൂതകർമ്മിണികൾ പോലും ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. കാരണം ദൈവത്തെ ഭയമുള്ളവരൊന്നും ഇസ്രായേലിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ദൈവത്തിലാണെങ്കിൽ നിങ്ങളെ തൊടാൻ വരുന്ന ശത്രുവിന് ഭയം കാണും, അല്ലേ? കാരണം തൊടണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം തീരുമാനിക്കണം. ഒരു ശത്രു നിങ്ങളെ തൊടണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. മനസ്സിലായോ? ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം സൂതകർമ്മിണികൾക്ക് പോലും ഭയം വരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏത് പ്രതികൂലമാണെങ്കിലും അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ വചനത്തിലുടനീളവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാട്ടെ, ആ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ അടുത്തു വന്നാട്ടെ. അവൻ നിങ്ങളെ സൂക്ഷിക്കും, പരിപാലിക്കുന്നവനാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാണ് എന്നുള്ളതാണ് ഈ ദൈവവചനം നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് സൂതകർമ്മിണികൾക്ക് പോലും ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ പേടിയാണ്. കാരണം ദൈവത്തെ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാണെങ്കിൽ, നിങ്ങളെ ഒന്ന് തൊടണമെങ്കിൽ ശത്രു ഭയക്കും. അത് ഉറപ്പായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ അവർ ജീവനോടെ രക്ഷിച്ചു. അതോ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുത്തനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് തടയാൻ പറ്റത്തില്ല. അവൻ വലിയവനായ ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് സൂതകർമ്മിണികൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു, ദൈവത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ ജീവനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആൺകുട്ടികളുടെ ജീവൻ അവർ രക്ഷിച്ചു. അപ്പോൾ മിസ്രയീം രാജാവ് സൂതകർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്തോ എന്ന് ചോദിച്ചു. അപ്പോ സൂതകർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതകർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ച് കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതകർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് ഒരു കുടുംബ വർധന നൽകി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. അപ്പോ സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, അവർ വർദ്ധിപ്പിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തെ ഒരു ഭയം നിങ്ങൾക്കുണ്ടാകണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പ്രതികൂല അവസ്ഥകളിലും നിങ്ങളുടെ സന്തോഷാവസ്ഥയിലും നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഭയമുള്ളവരാണോ, നിങ്ങൾ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഭയം വളരെ അത്യാവശ്യകരമായ ഒരു ഘടകമാണ്. ആരെയും ഭയപ്പെടില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെടണം, അല്ലെ? ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമായ കാര്യമാണ്.
കാരണം നിങ്ങളുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നതാണ്. അല്ലേ? നിങ്ങളുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നടക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെയും ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഇക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ നോട്ടത്തിലും നടപ്പിലും ഒക്കെ ദൈവം നിങ്ങളെ ശോധന ചെയ്യുന്നുണ്ട്. അല്ലേ? ദൈവം നിങ്ങൾക്ക് ബലം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം അത് ദൈവം സഹായിച്ചില്ലെങ്കിൽ ആ ദൈവം മനുഷ്യരെ കൊണ്ട് നിങ്ങളെ സഹായിപ്പിക്കും. അങ്ങനെയുള്ള ദൈവമാണ് നമ്മൾ വിളിക്കുന്ന ദൈവം എന്ന് പറയും. അല്ലേ? ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിൽ തന്നെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സൂതകർമ്മിണികളെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ എന്ത് ചെയ്യാണ്? നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് അവൻ, വർധനവിന്റെ ദൈവമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോട് ജനിക്കുന്ന ഏത് ആൺകുട്ടിയെ നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെ ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. അപ്പൊ ഫറവോൻ വീണ്ടും തന്റെ അധികാരം വീണ്ടും ശക്തിപ്പെടുത്തുകയാണ്. കാരണം അവരൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നു, പക്ഷെ ഫറവോൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല. അയാളുടെ അധികാരം ഉപയോഗിച്ചു കൊണ്ട് അയാൾ വീണ്ടും എന്ത് ചെയ്യാണ്? ആൺകുട്ടികളെ നദിയിൽ എറിഞ്ഞു കളയണമെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ജനം എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ 2-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ, ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ എന്താണ്? സൗന്ദര്യമുള്ളവനാണ്. അതുപോലെ തന്നെ അവനെ എന്ത് ചെയ്തു? 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നും, അതുപോലെ തന്നെ അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു എന്ന് അവിടെ കാണുന്നു. അപ്പം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൗന്ദര്യമുള്ളവൻ. അപ്പൊ ഇതിനു മുമ്പ് ജനിച്ചവരൊന്നും സൗന്ദര്യമില്ലാത്തവരാണോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൗന്ദര്യം ഒരു ദൈവീയ പദ്ധതി ആയിരിക്കാം എന്നുള്ളതാണ്. അല്ലെ? മോശ ജനിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ടെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ അവനെ കണ്ടപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവനെ നദിയിലെറിഞ്ഞൊന്നും കളയാനായിട്ട് രാജാവിന്റെ അല്ലെങ്കിൽ ഫറവോന്മാരുടെ ഓർഡർ ഒന്നും അനുസരിക്കാൻ അവനെ കണ്ടപ്പോൾ തോന്നിക്കാണില്ല. കാരണം അത് ദൈവത്തിന്റെ ഒരു എന്താ പറയുക, ദൈവത്തിന്റെ ഒരു കവറിങ് അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മോശയ്ക്ക് ദൈവത്തിന്റെ ഒരു കവറിങ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കവറിങ് ആയിരിക്കാം ആ സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം എന്റെ അർത്ഥത്തിൽ, അതൊരു ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്താണ്? ദൈവികമായ ഒരു കവറിങ് അവനുണ്ടായിരുന്നു. ആ കവറിങ് ആയിരിക്കാം മോശയെ എന്ത് ചെയ്തത്? ഇതിനൊക്കെ വിശ്വസ്തനാക്കിയത്. അല്ലേ? സൗന്ദര്യമുള്ളവൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെ കുറിച്ച് പറഞ്ഞു. സൗന്ദര്യമുള്ളവൻ, അല്ലേ? വളരെ വ്യക്തമായിട്ട് അവനെ എന്ത് ചെയ്തു? 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അത് ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ദൈവത്തിന് ഒരുവന്റെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അവനെ ഒളിപ്പിച്ചു വെക്കേണ്ടിടത്ത് ദൈവം അവനെ ഒളിപ്പിച്ചു വയ്ക്കും. അവനെ ഇറക്കിക്കൊണ്ട് വരേണ്ട സമയത്ത് അവനെ ഇറക്കിക്കൊണ്ട് വരുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോ മോശയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. കാരണം 3 ദിവസം ഒളിപ്പിച്ചു വെക്കുവാൻ ദൈവിക തീരുമാനമാണ്. അത് മനുഷ്യനിലൂടെ ദൈവം അത് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോ നമ്മുടെ ദൈവം ഏറ്റവും വലിയവനാണ്, എത്രയോ വലിയവനാണ് നമ്മുടെ ദൈവം. ഇത്രയും വലിയ പദ്ധതിക്ക് വേണ്ടി അവനെ ഒരുക്കുന്നതിന് മുമ്പ് തന്നെ അവന് സൗന്ദര്യമുള്ളവനാണെന്ന് കണ്ടു. സൗന്ദര്യമുള്ളവനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ 3 ദിവസം ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെച്ച ശേഷം എന്താണ് പറഞ്ഞത്? അടുത്തത്, ഒളിച്ചു വെച്ച ശേഷം അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതി ഉള്ളവനെ അങ്ങനെ ഒളിച്ചു വെക്കാൻ കഴിയല. അവൻ പുറത്തു വരും. അവനെ പുറത്ത് കൊണ്ടുവരുന്നവനാണ് ദൈവം. കാരണം അവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയില്ല, പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കേണ്ടവനാണ്. അവന്റെ പേര് മോശ എന്നാണ്. അവൻ എന്ത് ചെയ്യണം? അവൻ പുറത്തു വന്നേ തീരുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എത്ര നാൾ നിങ്ങളെ ഒളിപ്പിച്ചു വെക്കുകയില്ല. അവൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. അവൻ പുറത്ത് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ എന്ത് ചെയ്യും? പുറത്ത് കൊണ്ടുവരും. കാരണം ലോകം കാണിക്കവൻ നമ്മെ പുറത്ത് കൊണ്ടുവരുന്ന ദൈവമാണ്. എത്രയും കാലം അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല, അല്ലേ? ദൈവത്തിന്റെ പദ്ധതി ഉള്ളവനെ ഒത്തിരി കാലം ഒളിപ്പിച്ചു വെക്കാൻ ഒക്കത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ 3 മാസം എന്നാണ് എഴുതിയത്. 3 മാസം അവനെ എന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു എന്ന് എഴുതിയേക്കുന്നത്. ആ 3 മാസം എന്ന് പറയുമ്പോൾ തന്നെ ആ 3 മാസം അവൻ ഒളിവിലാണെങ്കിലും ആ 3 മാസം കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് ആ പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്തു നിന്ന് നോക്കുന്നുണ്ട്. അവന്റെ പെങ്ങൾ എന്ത് സംഭവിക്കും? ഇനി ആരെങ്കിലും കണ്ടിവനെ ഇനി കൊല്ലുവോ? ആങ്കൊച്ചല്ലേ, എന്തെങ്കിലും സംഭവിക്കുമോ? ഇനിയിപ്പം പറവയുടെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സംഭവിക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ പറവന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പറവോയുടെ അല്ലെങ്കിൽ ഈ അധികാരം പുറപ്പെടുവിച്ച അല്ലെങ്കിൽ ഈ ആജ്ഞ പുറപ്പെടുവിച്ച പറവോയുടെ പുത്രി തന്നെ അവിടെ കുളിക്കാനായി വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പറവന്റെ പുത്രി നദിയില് കുളിക്കാൻ വന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇല്ലേ? കുളിക്കുവാനായിട്ട് വന്നപ്പോൾ അവളുടെ ദാസിമാര് നദീതീരത്തോട് നടക്കുകയാണ്. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്ത് കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആജ്ഞ പുറപ്പെടുവിച്ച പറവോന്റെ മകളെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ദാസിമാരെ കൊണ്ട് ആ കൊച്ചിനെ ഇനി എടുത്തോണ്ട് വരാൻ, അല്ലെങ്കിൽ ആ ഞാങ്ങണപ്പട്ടയിലുള്ള കൊച്ചിനെ എടുത്തോണ്ട് വരാൻ ദാസിമാരോട് പറഞ്ഞു. എന്താണ്? ദാസി അയച്ചു അതിനെ എടുത്തുകൊണ്ട് വരുവാൻ. അവളത് തുറന്നാല് പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. കൊച്ചുകുട്ടിയാണ്, അത് കരയും, അല്ലേ? പൈതലിനെ കണ്ട ഉടനെ അത് കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കണേ. കാരണം പറവോന്റെ പുത്രി, അതായത് അപ്പനായ പറവോൻ ഈ ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്ന മകൾക്ക് അലിവ് തോന്നുന്നു, അല്ലേ? അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. മോശയെ ദൈവത്തിന്റെ പ്രതിനിധിയാക്കുവാൻ ദൈവം കണ്ടെത്തിയ പദ്ധതിയാണ്, അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഇതുപോലെ പദ്ധതികൾ ഉണ്ടെങ്കിൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് എത്തേണ്ടിടത്ത് എത്തിക്കുമെന്നുള്ളതാണ് ഈ വചനത്തിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഈ ദൈവം നമ്മളെ അന്ത്യം വരെയും സൂക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ. അപ്പോ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അപ്പൊ എബ്രായ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്രായേൽ എന്നുള്ള അർത്ഥത്തിലാണ് എബ്രായ പൈതങ്ങൾ
എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. അപ്പോ അവന്റെ പെങ്ങള് തന്നെ ഫറവോന്റെ പുത്രിയോട് ചോദിക്കുകയാണ്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. അല്ലേ, ദൈവം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം വലിയവനാണ്. അല്ലേ, കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ച് കൊണ്ടുവന്നു. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ പദ്ധതികൾ ഭയങ്കരം തന്നെ അല്ലേ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വലിയ വലിയ പദ്ധതികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും, നമ്മൾ പോലും അറിയില്ല അല്ലേ. കാരണം ഫറവോന്റെ മകളാണ് പറയുന്നത്, പോയി അമ്മയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടുവരിക എന്ന്, അല്ലേ, എന്ന് കൊണ്ടുവരിക. കന്യകയെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അവര് തന്നെ പറഞ്ഞു, ആ ഓർഡർ മാറ്റി എന്ത് ചെയ്തു, ഈ കൊച്ചിന് ശമ്പളം തരാം, ഈ കൊച്ചിന് ശമ്പളം തരാം, ഇതിനെ മുല കൊടുത്ത് നീ വളർത്തണം എന്ന് ഫറവോന്റെ പുത്രി പറയുകയാണ്. അപ്പോൾ സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ട് പോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി, അവൻ അവൾക്ക് മകനായി, ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന പേർ ഇട്ടു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലേ. നമ്മുടെ ചിന്തകളല്ല അവന്റെ ചിന്തകൾ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി, നഷ്ടപ്പെട്ടു. ഫറവോന്റെ പുത്രിയുടെ കയ്യിലെത്തിയാൽ ചിലപ്പോൾ അതിനെ ആ വെള്ളത്തിലിട്ട് കൊന്നുകളഞ്ഞെങ്കിലോ എന്ന് വരെ ആ പെങ്ങൾ പേടിച്ചിട്ടുണ്ടാകും. പെങ്ങൾ അതിന്റെ പുറകെ തന്നെ പോയി എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതി ശ്രദ്ധിക്കണേ. അവിടെ ചെന്ന് ആ പെങ്ങളെ കൊണ്ട് ആ കൊച്ചിന്റെ അമ്മയെ അവിടെ കൊണ്ടുവരാനായിട്ട് ഫറവോന്റെ മകൾ തന്നെ അതിന് ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അല്ലേ, ദൈവത്തിന്റെ വലിയ കരുതൽ അല്ലെ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം പാനപാത്രത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന കാഴ്ച അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലേ, തിരസ്കരിച്ചവരെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ് അല്ലേ. നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുകയല്ല നമ്മുടെ ദൈവം ഇത്ര വലിയവനാണ്, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്. കാരണം ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും എന്നുള്ള കാര്യം ഈ വചനത്തിലൂടെ നമുക്ക് ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തിരിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കുക തന്നെ ചെയ്യും. കാരണം ശത്രു നിങ്ങളെ തൊടാതെ വണ്ണം ആ ശത്രുവിനെ കൊണ്ട് തന്നെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മോശയെ കണ്ടില്ലേ, മോശയെ കൊല്ലുമെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ മോശയെ വളർത്തുവാനുള്ള അനുമതി കൊടുക്കുന്ന ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നു. നമ്മുടെ ദൈവം എത്രയോ വലിയവനല്ലേ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. അവൻ നമുക്ക് വേണ്ടി ഇന്നും വലിയവ ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ. ആ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. മോശയെ ബലപ്പെടുത്തിയ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഈ വചനം വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം, അല്ലെ. ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
ദൈവത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവം നമുക്ക് വേണ്ടി അല്ലെ എത്ര വലിയ ഓടാമ്പലുകളെ പൊളിച്ചാണെങ്കിലും നമുക്ക് വേണ്ടി വലിയ വഴികൾ ഒരുക്കും അല്ലെ. നമുക്ക് ദോഷമായി തീരുന്നതിനെ നന്മയാക്കി തീർക്കുന്നു. മോശയുടെ ജീവിതത്തിൽ ദോഷമായി കിടന്നതിനെ ദൈവം നന്മയാക്കി തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായി എന്തോ കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്മയായി മാറാൻ പോവുകയാണ്. ഈ കർത്താവിലൊന്ന് വിശ്വസിച്ചാട്ടെ. ഈ വചനം അത് അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിന് വേണ്ടി നമ്മൾ കാത് കൂർപ്പിച്ചാട്ടെ. ഈ ദൈവത്തിലേക്ക്, ഈ ഏകദൈവ സത്യദൈവത്തിലേക്ക് നമ്മൾ ഒന്ന് വന്നാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് നിങ്ങൾ കൊടുത്തു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറും, പ്രതികൂലങ്ങൾ മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അസൂതകർമ്മികൾ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവർ വർദ്ധിച്ചു വന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, മോശയെ സൂക്ഷിച്ചവനായ ദൈവമേ, അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടി അവനെ ഒരുക്കിയവനായ ദൈവമേ, ഞങ്ങളെയും ഒരുക്കണമേ. ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പദ്ധതികളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരണമേ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കണം. വചനം കേട്ട് എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ ചേറുകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ചേറുകളിൽ നിന്ന്, ചേറ്റുകളിൽ നിന്ന് അവരെ ഹാലലി ഉയർത്തിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വേദനയോടെ വചനം ശ്രമിക്കുന്നു എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ കർത്താവ് പൂർണ്ണമായ സൗഖ്യം വിടുതലും ഈ വചനത്തിലൂടെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരെയും കർത്താവിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ആഴമായി അറിയുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അഡ്മിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വർദ്ധനവിന്റെ ദൈവമാണ്. എല്ലാവരെയും വർദ്ധിപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. രാജ്യങ്ങളെ അനുഗ്രഹിക്കണം, ദേശങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരും കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ച് കേട്ട സ്തോത്രം മാനവും മഹത്വപ്പിച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.